ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. ഇന്ന് നമുക്ക് ഉച്ചത്തെ വിശേഷങ്ങളാട്ടോ. അതിന് ഞാൻ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം. അപ്പം ഞാൻ ചോറിന് വേണ്ടി അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. അപ്പം നമുക്ക് ഉണക്കമീനുണ്ട്. അപ്പം ഞാൻ ഉണക്കമീൻ പൊരിക്കാം, ഒരു കറി അതാക്കാം. ഇതെന്ത് മീനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് മീനിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. ഇതപ്പോൾ ഞാനൊന്ന് നന്നാക്കി ക്ലീനാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉണക്കമീനൊക്കെ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ പറ്റി റെഡിയാക്കിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നു. അതാണ് ഇനി അതെല്ലാം അഴിച്ചിടുന്ന സമയം. ഒരുപാടായി. എന്തൊക്കെയാണെന്ന് നോക്കാം. കറിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ട്. കറിവേപ്പില ഞാനങ്ങനെ എടുക്കാറില്ല. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. തക്കാളി ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ചെറിയുള്ളി ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ എൻ്റെ വെണ്ടയ്ക്കയുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് സെറ്റാക്കി വെക്കണം. ആ വീഡിയോ ഒന്നും നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് ഒരുപാട് പണി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉച്ചത്തേക്ക് ഇനി കറി ഉണ്ടാക്കണം. ആ പരിപാടി നോക്കട്ടെ. നമുക്ക് മത്തങ്ങയും പരിപ്പും വയ്ക്കാം. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് ഒരു സിമ്പിൾ കറിയാണ്. കരണ്ടും പോയി, എങ്ങനെ അരയ്ക്കുമോ എന്തോ, പോട്ടെ. അപ്പം നമുക്ക് മത്തങ്ങയും പരിപ്പും വയ്ക്കാം. കുക്കറിലാണ് വെക്കുന്നത്. ഇത് നമുക്ക് കുക്കറിലേക്ക് പരിപ്പ് കഴുകിയിടാം. എന്നിട്ടിന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കറിക്കുള്ള മത്തങ്ങ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി റെഡിയാക്കി എടുക്കാം. നമുക്ക് ഉണക്കമീൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഉണക്കമീൻ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അത് അവിടെ കിടന്നൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പോൾ മീനൊക്കെ വറുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉച്ചത്തേക്ക് ആവശ്യമായ മത്തങ്ങ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ച് ഊറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചത്തേക്കുള്ള കറി റെഡിയാവും. ഞാനിതൊന്ന് താളിച്ച് ഊറ്റട്ടെ. അപ്പോൾ നമ്മുടെ മത്തങ്ങക്കറി താളിച്ചൂറ്റി, മത്തങ്ങക്കറി റെഡിയായി. അപ്പോൾ നമ്മുടെ ഇന്ന് ഉച്ചത്തേക്കുള്ള പണികളൊക്കെ കംപ്ലീറ്റ് ആയി. ചോറ് വാർത്തിട്ടു, ഉണക്കമീൻ പൊരിച്ചു, പിന്നെ മത്തങ്ങയും പരിപ്പും കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ തോരനിരിപ്പുണ്ട്, അച്ചാർ ഇരിപ്പുണ്ട്. അപ്പോൾ അത് മതിയല്ലേ. അപ്പോൾ അടുക്കള പാത്രം എല്ലാം കഴുകി അടുക്കളയൊക്കെ ക്ലിയറാക്കി. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. എനിക്ക് ഇത് കണ്ട കുറച്ച് കഴിഞ്ഞ ദിവസത്തെ മിനിങ്ങാനത്തെയാണെന്ന് തോന്നുന്നു, ഇത് ഇന്നലത്തെ മിനിങ്ങാനത്തെ മീൻ ഞാൻ പറ്റിച്ച് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. ഈ ചട്ടിയിലേക്ക് ചോറിട്ട് വടിച്ചെടുത്ത് തിന്നണം ഗൈസ്. എന്താ ടേസ്റ്റ് എന്നറിയോ? നിങ്ങളിങ്ങനെ ചട്ടിയിലിട്ട് ആരെങ്കിലും ചോറ് വടിച്ച് തിന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ആക്കണേ. എന്ന് കളിയാക്കരുത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചട്ടിയിലിട്ട് ഇങ്ങനെ ചോറ് തിന്നണത്. ചില മീനുകളാണ് കേട്ടോ. ഇത് കൊഴുവയാണ്. അപ്പം ഞാൻ ഇതിലിട്ട് ചട്ടിയിലിട്ട് ചോറ് തിന്നു. അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞു. ഇനി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ തുണി എടുക്കുന്നുണ്ട്. അതെടുത്ത് നിന്ന് വെയിലത്ത് വെക്കണം. പെരയൊന്ന് അടിച്ച് വരെ തുടയ്ക്കണം. പെര തുടയ്ക്കാൻ വേണ്ടി കോലും കുന്തൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട്. കണ്ടോ, പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി കിടക്കുന്നുണ്ട്. ഉണക്കി ഞാൻ അലക്കില്ല കേട്ടോ. ഞാൻ എല്ലാത്തിലും പറയുന്നുണ്ട് അലക്കില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിരിച്ച ബെഡ്ഷീറ്റ് ഞാൻ അലക്കി ഇതിനകത്ത് ഉണക്കാനിട്ടിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റ് വിരിക്കണം ഇതിലേക്ക്. അത് ഞാൻ കാണിക്കുന്നില്ല ബെഡ്ഷീറ്റ് വിരിക്കണത്. നോക്കട്ടെ, ബെഡ്ഷീറ്റ് വിരിച്ചത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ കാണിക്കില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.